മാപ്രകൾ വീണ്ടും രംഗത്തിറങ്ങിയിട്ടുണ്ട്. കേരളം റെയിൽ ഉപേക്ഷിച്ചു. ശ്രീധരന്റെ മെട്രോമെയിന്റെ പുതിയ പദ്ധതി സ്വീകരിച്ചു. എന്ത് രസം! റെയിൽ ഉപേക്ഷിച്ചു. ഈ ജനങ്ങളെ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കാമെന്നാണ് ഇവരുടെ വിചാരം. എത്ര നാൾ തെറ്റിദ്ധരിപ്പിക്കും? ചില മാപ്രകളും ചില യൂട്യൂബിലെ മാമന്മാരും വന്നിരുന്ന് തള്ളുന്നുണ്ട്. റെയിൽ എന്താണ്? ആദ്യം അത് വായിച്ച് പഠിക്കണം. പ്രോജക്റ്റ് ശ്രീധരൻ പറഞ്ഞ എന്താണ് ഒരു അഭിമുഖത്തിൽ? അതും ശ്രദ്ധിച്ച് കേൾക്കണം. നടപ്പാക്കാൻ അനുമതി കേന്ദ്രം തരാത്തത് കൊണ്ടാണ് കേരളത്തിൽ നടപ്പാക്കാൻ പറ്റാത്തത്. ഇന്ന് വരെ റെയിലിന് കേന്ദ്ര അനുമതി തന്നിട്ടില്ല. കേന്ദ്രം എതിരാണ്. പകരം ബ്രോഡ് ഗേജ് ലൈൻ തന്നെ 3-4 ലൈൻ മലബാറിൽ നിന്ന് മംഗലാപുരത്തു നിന്ന് ഇങ്ങോട്ട് അല്ലെങ്കിൽ ഷൊർണൂരിൽ നിന്ന് ഇങ്ങോട്ട് ഉണ്ടാക്കണം. അവിടെ ബ്രോഡ് ഗേജിലെ ട്രെയിൻ ഓടാൻ പറ്റുള്ളൂ. ആ ട്രെയിന് മറ്റ് ചരക്ക് തീവണ്ടികളും അതുപോലെ വന്ദേ ഭാരതുമായിട്ടും ബ്രോഡ് ഗേജ് ഓടുന്ന എല്ലാതുമായിട്ടും എല്ലാ ട്രെയിനുകളുമായിട്ടും ബന്ധിപ്പിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ പരമാവധി വേഗം 150-150 കിലോമീറ്റർ. എന്ന് പറഞ്ഞാൽ കേരളം ഹൈസ്പീഡിലേക്ക് പോകരുത്. കേരളത്തിൻ്റെ വികസനം അങ്ങനെ ഉണ്ടാവരുത്. കൃത്യമായ അജണ്ടയാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രാലയം കേരളത്തിൽ ഇത് നടപ്പാക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ശ്രീധരൻ പറഞ്ഞ ഒരു പ്രപ്പോസൽ എന്താണ്? ഹൈസ്പീഡിലേക്ക് നമ്മൾ പോകാതെ സെമി ഹൈസ്പീഡ് നമുക്ക് വേണം. ഹൈസ്പീഡ് എന്ന് പറഞ്ഞാൽ 250 കിലോമീറ്ററോ എന്നത് നമ്മൾ 200 km/h ഒരു മണിക്കൂറിൽ വേഗത കൈവരിക്കുന്ന ലൈനും ട്രെയിൻ സംവിധാനങ്ങൾ നമുക്ക് വേണം. കേരളത്തിന് അഭികാമ്യം അതാണ് എന്ന് വെച്ചാൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാണ്. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എത്രയോ അധികം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ഗോവ പോലെ തന്നെ. ഗോവ, കേരളമൊക്കെയാണ് ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം. അപ്പോൾ ഇവിടെ ഏത് ട്രെയിൻ സംവിധാനം നമ്മൾ ഹൈസ്പീഡ് കൊണ്ടുവന്നാലും സ്റ്റോപ്പുകളുടെ എണ്ണം കൂടും. ഇപ്പം നമ്മൾ വടക്കേ ഇന്ത്യയിലേക്ക് ട്രെയിനിൽ പോയാൽ നമ്മൾ കാണാം, കേരളം വിട്ട് കഴിഞ്ഞ് ആന്ധ്ര അല്ലെ അങ്ങോട്ട് പോകുമ്പോഴേ അല്ലെ കൊങ്കൺ വഴിയൊക്കെ പോകുമ്പോഴേ ട്രെയിൻ ഒരു സ്റ്റേഷൻ വിട്ട് കഴിഞ്ഞാൽ എത്രയോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റോപ്പ് വരുന്നത്. പക്ഷെ കേരളത്തിൽ ഓരോ അരമണിക്കൂറിൽ അല്ലെ ഓരോ 20 മിനിറ്റിലും സ്റ്റോപ്പ് വേണ്ടി വരും. കാരണം ഈ റെയിൽ ഓടുന്നത് റെയിലാവട്ടെ ഹൈസ്പീഡ് ആവട്ടെ ഓടുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാണ്, ജനങ്ങളുടെ സമയം ലാഭിക്കാൻ. അപ്പോൾ അവിടെ നമ്മൾ കുറെ കൂടി ഒരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ട് 200 കിലോമീറ്റർ സ്പീഡ് ലക്ഷ്യം വെക്കുന്ന ഒരു സെമി ഹൈസ്പീഡ് റെയിലാണ് നമുക്ക് അഭികാമ്യം എന്നാണ് ശ്രീധരൻ പറഞ്ഞത്. അത് വളരെ പ്രായോഗിക ബുദ്ധിയോട് പറഞ്ഞു. അത് സർക്കാർ അത് മനസ്സിലാക്കിയിട്ട് ഈ വരുന്ന റെയിൽ പദ്ധതിയിൽ ചില ചേഞ്ചസ് വരുത്താം. ഇപ്പൊ ഒരു പ്രോജക്റ്റ് DPR ഉണ്ടാക്കിയിട്ട് അത് അണുവിട ചലിക്കാൻ പാടില്ല. ഇപ്പൊ വിഴിഞ്ഞെടുത്താലും അല്ലെങ്കിൽ റെയിലെടുത്താലും അതിലൊരു മാറ്റവും വരാൻ പാടില്ല. ഒരു ചെറിയ മാറ്റം വന്നാൽ ഉടനെ അത് ഉപേക്ഷിച്ചു. വിഴിഞ്ഞത്തിന്റെ കാര്യം പറഞ്ഞ പോലെ റെയിൽ ഉപേക്ഷിച്ചു എന്നൊക്കെ വന്നിരുന്ന് തള്ളുന്നത് ലക്ഷ്യം വേറെയാണ്. കേരളം വികസിക്കരുത്. അപ്പൊ ശ്രീധരൻ മെട്രോമെയിൻ പറഞ്ഞത് സ്റ്റോപ്പുകൾ കേരളത്തിൽ കൂടുതൽ വേണം. അപ്പോ തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡ് വരെ അല്ലെ കണ്ണൂർ കാസർഗോഡ് വരെ എത്താൻ 4-4.5 മണിക്കൂർ യാത്ര ചെയ്യാവുന്ന 200 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ഒരു സംവിധാനമാണ് നമുക്ക് അഭികാമ്യം. അത് ബ്രോഡ് ഗേജ് പാടില്ല, അത് സ്റ്റാൻഡേർഡ് ഗേജ് തന്നെ വേണമെന്ന് ശ്രീധരൻ പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം അദ്ദേഹം പറയാം? അദ്ദേഹത്തിന് അതിനെപ്പറ്റി വിവരമുണ്ട്. അദ്ദേഹം BJP സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട്ട് മത്സരിച്ച ആളാണല്ലോ. അപ്പൊ BJP മോദി സർക്കാരിനോട് സ്നേഹമുള്ള ആളാണ് ശ്രീധരൻ. പക്ഷെ ഇക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സെമി ഹൈസ്പീഡ് റെയിലാണ് അഭികാമ്യം. ഒരു ചേഞ്ചസ് അതിൻ്റെ അകത്ത് വരുത്തണം. ബ്രോഡ് ഗേജിലേക്ക് പോകരുതെന്നും അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. കാരണം ബ്രോഡ് ഗേജിലേക്ക് പോയാലുള്ള കുഴപ്പമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ബ്രോഡ് ഗേജിൽ പോയാൽ ഇപ്പോൾ ഉള്ള ഈ പുതിയ ഹൈസ്പീഡ് റെയിൽ മുഴുവൻ വരുന്നത് സ്റ്റാൻഡേർഡ് ഗേജിലാണ്. അപ്പൊ കേരളത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ഗേജ് റെയിൽ വിഭാവനം ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഗേജ് വന്നാൽ മാത്രമേ ഭാവിയിൽ അടുത്ത ഘട്ടം വികസനം വരുമ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഗേജിനെ, ഈ ഹൈസ്പീഡ് റെയിലിനെ കോയമ്പത്തൂർ ബാംഗ്ലൂർ ഇടനാഴിയായിട്ടൊക്കെ ബന്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അവിടെ എല്ലാം സ്റ്റാൻഡേർഡ് ഗേജാണ്. ബാംഗ്ലൂർ വരുന്നത് സ്റ്റാൻഡേർഡ് ഗേജാണ് ഹൈസ്പീഡ് റെയിൽ. കോയമ്പത്തൂർ വരുന്നത് സ്റ്റാൻഡേർഡ് ഗേജാണ് തമിഴ്നാട്ടില്. ഈ പറയുന്ന UP-യില് പിന്നെ പൂനെയിലൊക്കെ സ്റ്റാൻഡേർഡ് ഗേജ് വരുന്നുണ്ട് ഹൈസ്പീഡ്. അവിടുന്ന് ബ്രോഡ് ഗേജുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ റെയിൽവേ മന്ത്രാലയം പറയുന്നില്ലല്ലോ. എന്താ പറയാത്തത്?
കേരളത്തിൽ പറ്റത്തില്ല. കേരളത്തിൽ ഇത് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അത് ബ്രോഡ് ഗേജുമായിട്ട് ബന്ധിപ്പിച്ചേ പറ്റുള്ളൂ. എന്നിട്ട് ബ്രോഡ് ഗേജിൽ ഓടുന്ന ചരക്ക് തീവണ്ടികളും വന്ദേ ഭാരത് ഉൾപ്പെടെ ഇതുമായിട്ട് ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് പെട്ടെന്ന് തോന്നുന്നു ഇതെന്തോ വലിയ സംഭവമാണെന്ന്. അങ്ങനെയല്ല. ഇത് പാരവെക്കുകയാണെങ്കിൽ നടക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ 150 കിലോമീറ്റർ സ്പീഡിന് താഴെ നിൽക്കുകയുള്ളൂ. 150 ആവറേജ് അത്രേ കിട്ടുകയുള്ളൂ. അത് ബ്രോഡ് ഗേജിൽ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം വികസിക്കരുത്, മുന്നോട്ട് പോകരുത്. അപ്പോൾ 2-3 ലൈനൊക്കെ 3-4 ലൈനൊക്കെ ഷൊർണൂരിൽ നിന്ന് ഇങ്ങോട്ട് പണിയാം. അതിന് എത്ര ആയിരം കോടി രൂപ ചെലവാകും? ആ ചെലവും കേരയിൽ അല്ലെങ്കിൽ സെമി ഹൈസ്പീഡ് റെയിൽ നോക്കുമ്പം സെമി ഹൈസ്പീഡ് റെയിലാണ് ലാഭകരം എന്നാണ് ഈ ശ്രീധരൻ ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹത്തെ ഇതേപ്പറ്റി അറിയാവുന്ന ഒരു ടെക്നോക്രാറ്റാണ് അദ്ദേഹം, എഞ്ചിനീയറാണ്. ഇന്ത്യൻ റെയിൽവേ 3-4 ലൈന് ഷൊർണൂർ മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം വരെ ഉണ്ടാക്കുന്നതിനേക്കാൾ ലാഭകരമാണ്. അതിനേക്കാൾ ചെലവ് കുറച്ചിട്ട് സെമി ഹൈസ്പീഡ് റെയിൽ നമുക്കുണ്ടാവാൻ പറ്റും. പറഞ്ഞാൽ കെ റെയിലിന്റെ ഒരു മോഡിഫൈഡ് രൂപമാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. മറ്റേന്റെ അത്രയും പണച്ചെലവ് വരത്തില്ല. അപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഇത്ര 1000 കോടി ചെലവാക്കി 3-4 ലൈൻ നിർമ്മിക്കാൻ തയ്യാറാകുമ്പോൾ എന്തേ കേരളയിൽ അംഗീകാരം തരാത്തത്? കേരളയിൽ കുറെ പൈസ ഇത്ര 1000 കോടി തരണമെന്ന് പറഞ്ഞിട്ട് എന്താ തരാത്തത്? 50% അല്ലെ കേന്ദ്രം വഹിക്കണമെന്ന് പറഞ്ഞാൽ എന്താ തരാത്തത്? അപ്പൊ അത് കുബുദ്ധിയാണ്. ഒന്നും നടക്കരുത്, ഈ നാട്ടിൽ ഒന്നും നടക്കരുത്. വിഴിഞ്ഞത്തിന്റെ കാര്യം പറഞ്ഞു പോലെ ഒന്നും നടക്കരുത്. എന്നിട്ട് അതിനെ പിന്തുണയ്ക്കുന്ന കുറെ മാപ്രകളുണ്ട് ഈ നാട്ടിൽ. ഈ മാപ്രകളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾ. അത് ഏത് മാധ്യമത്തിലും ഉണ്ട്, അത് ഓൺലൈനിലും ഉണ്ട്, യൂട്യൂബിലും ഉണ്ട്. ഇവരാണ് കേരളത്തിന്റെ യഥാർത്ഥ വികസന ശത്രുക്കൾ നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ കേരളയിലെ പറ്റി അതിനെപ്പറ്റി ഈ ശ്രീധരൻ പറഞ്ഞത് കേരളയിലെ നിഷേധിച്ചുകൊണ്ടല്ല പറഞ്ഞത്, അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് അതിന്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ മനസ്സിലാവും. സ്പീഡ് അത്രയും ഇത്തിരി കുറയ്ക്കണം. പക്ഷെ റെയിൽവേ പറയുന്ന ബ്രോഡ് ഗേജിലേക്ക് നമ്മൾ പോകുന്നതും ശരിയല്ല, അത് അബദ്ധമാണ് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇത് മാപ്രകൾക്ക് മനസ്സിലാവത്തില്ല. സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്ന, ഈ വാർത്തകൾ എത്തിക്കുന്ന മുഖ്യധാര മാധ്യമങ്ങൾ അത് ചെയ്യത്തില്ലല്ലോ. മനോരമ, മാതൃഭൂമി, അതുപോലെ ചാനലുകൾ, ഏഷ്യാനെറ്റ് മുതൽ ഇങ്ങോട്ടുള്ള ചാനലുകൾ, 24, പിന്നെ കുറെ ഓൺലൈൻ ജിഹോകൾ, മാധ്യമങ്ങൾ. അവ ജനങ്ങൾ സത്യം അറിയരുത്. ജനങ്ങൾ സത്യം അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ വിളിച്ചു പറയുന്നത്. ലെഫ്റ്റ് റൈറ്റ് വോയിസ് ഞങ്ങളിത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒരു സംശയവും വേണ്ട.